പക്ഷേ 200 വരുന്ന സമയത്ത് ഇത് പ്യുവർ KTM ആണ്. KTMൻ്റെ ഒറിജിനൽ വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 125 എന്ന് പറഞ്ഞാൽ KTMൻ്റെ ഇൻ്റർനാഷണൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ആ ഒരു 125 ബോറോ ചെയ്ത് വന്ന ഒരു എഞ്ചിനാണ് ഡ്യൂക്ക് 200 എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ പലരും എന്നെ തെറി വിളിക്കാൻ വരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാര്യം അപ്പോൾ ഗൈസ്, രാവിലെ തന്നെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയിരിക്കുകയാണ്. നമ്മൾ പുതിയൊരു വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ്. ഏത് വണ്ടിയാന്ന് പറയട്ടെ, എൻ്റെ പണ്ട് ഒരിക്കലും കൈവിട്ട് പോയൊരു ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് ആ ഒരു വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനായിട്ടുണ്ട്. അപ്പോൾ യെസ്, അങ്ങനെ നമ്മളുടെ 11 വർഷത്തെ സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ കാലം വധിച്ചിരിക്കുന്നത് ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് ഡീലറായിട്ട് വണ്ടി എടുത്ത് സെയിൽ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു വണ്ടി സ്വന്തമാക്കാനായിരിക്കാം. എൻ്റെ വീട്ടുകാർക്ക് എന്തായാലും ഈ ഒരു വണ്ടി എടുക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം വണ്ടി എന്നുള്ള നിലയ്ക്ക് ഈ വണ്ടി ഞാൻ ഇപ്പോഴും കാണുന്നില്ല. കാരണം എനിക്ക് വേറെ പ്രിയപ്പെട്ട എൻ്റെ ആൾക്കാരാണ് എന്നോട് ഈ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞത്. അത് അവർക്ക് അറിയില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സൗണ്ടാണ് മോനെ, ഓ ഈ ഒരു പവറും എൻ്റെ മോനെ. ഇനി എത്രയൊക്കെ വണ്ടികൾ വന്നെന്ന് പറഞ്ഞാലും ഈ വണ്ടി എൻ്റെ മനസ്സിൽ കയറി കൂടിയതുപോലെ സത്യം പറഞ്ഞാൽ വേറെ ഒരു വണ്ടിയും കൂടിയിട്ടില്ല എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. ഇതൊരു വികാരമാണ്. എൻ്റെ വികാരം എന്ന് പറയുന്നത് ഡ്യൂക്ക് 200 ആണ്. 390 പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. കാരണം എനിക്ക് അത്രയും പവറിനോട് ക്രൈസ് ഉണ്ട്. എനിക്കൊരു ഓൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡെയിലി യൂസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് സിറ്റി കമ്മ്യൂട്ടിങ്, ഹൈവേ, എക്കണോമി ഒക്കെ വെച്ച് മെയിൻ്റെനൻസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഈ വണ്ടിയാണ് സത്യം പറഞ്ഞാൽ ആപ്റ്റ് ആയത്. അപ്പോൾ മീറ്റർ വർക്കിംഗ് അല്ല, അപ്പോൾ അതിനനുസരിച്ച് ചവിട്ടി റേറ്റ് കുറച്ചാണ് നമ്മളെടുത്തത്. പക്ഷേ എൻജിൻ സൈഡ് എത്രത്തോളം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്ന അറിയത്തില്ല. എൻജിൻ സൈഡ് വേറെ ലെവൽ കണ്ടീഷനിലാണ്. 34,000 കിലോമീറ്ററാണ് ഈസി റീഡിങ് ഞാനിപ്പോൾ നിലവിലെടുത്തു. സെക്കൻഡ് ഓണറാണ്. അപ്പോൾ വണ്ടി വേറെ ലെവലാണ്. 2 ടയർ അതൊക്കെ ഞാൻ എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഈ ഒരു വണ്ടി വാങ്ങിച്ചത്. പ്രത്യേകിച്ച് ഈ ഒരു കളറ് എൻ്റെ വർക്ക് ഹാർട്ട്, നമുക്ക് എന്തും നമ്മുടെ ലൈഫിൽ പോസിബിൾ ആകും. ഞാൻ വലിയ രീതിയിൽ ഒരു ആളായതുകൊണ്ട് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഓരോ വണ്ടികൾ എടുത്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്. പക്ഷേ ആ എടുത്ത് കൊടുക്കുന്ന വണ്ടികൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളായിരിക്കണം എന്ന് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ എന്തോ സന്തോഷം കൊണ്ട് എന്തോ പറയണമെന്ന് അറിയത്തില്ല. കാരണം ഇതേറിപ്പോൾ ഒരാഴ്ച പോലും എൻ്റെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് എന്താ പറയണ്ടേ, നല്ലൊരു വിലക്കായിരിക്കും നമ്മൾ ഈ ഒരു വണ്ടി വിൽക്കാനായിട്ട് ഇടാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റ പേജ് ഫോളോ ചെയ്യുക. ബിലാൽ മോട്ടോർ വാൾട്ടും അതുപോലെ തന്നെ മോട്ടോ വാൾട്ട് ബൈക്ക് ഗ്യാരേജും. അപ്പോൾ ഇത് നോൺ ABS വേരിൻ്റാണ്. ഇച്ചിരി പ്രശ്നമാണ് സംഭവം. കൂടുതലൊന്നും പറയാനില്ല. ഇത്രയും ഒരു റോ ആയിട്ടുള്ളൊരു വണ്ടി 200cc വേറെ ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ്. ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട. ബട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തായാലും പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് എന്തോ ഒരു മനുഷ്യൻ. നമുക്ക് എന്തായാലും പെട്രോൾ അടിക്കാം കേട്ടോ. പെട്രോൾ അടിച്ചിട്ട് നമുക്കിനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. മീറ്റർ ഇല്ലാത്തതിൻ്റെ ഒരു സുഖം ഇല്ല. പക്ഷേ മീറ്റർ ഈ വണ്ടിയുടെ ഒരു വല്ലാത്തൊരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പെട്രോൾ അടിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യത്തിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ബൈപ്പാസ് റോഡിൽ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഇത്രയും നാളായിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇപ്പോഴാണ് തിരുവനന്തപുരത്ത് വരുന്നത്. ഇറ്റ്സ് അമേസിങ്. എറണാകുളം, എടപ്പള്ളിയൊക്കെ പോലെ അതിനേക്കാളും എനിക്ക് തോന്നുന്നു അതിനേക്കാളും മികച്ച രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരം നിലവിൽ നിൽക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കൊള്ളാം, അത്ര വലിയ രീതിയിലുള്ള ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇറ്റ്സ് ഗുഡ്. തിരുവനന്തപുരത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ് ഒന്നത്തെ കാര്യം. എറണാകുളത്തെ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഓട്ടത്തിലാണ്. കാര്യം അത് ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എറണാകുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു സിറ്റിയാണ്. പക്ഷേ തിരുവനന്തപുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മളെ മിക്ക കാര്യങ്ങളും എറണാകുളത്ത് വെച്ചാണ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള ഇനി ഒരു കുറച്ച് സ്റ്റോറി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ ഒരു എൻ്റെ ഒരു സംശയമായിരുന്നു. ഈ ഡ്യൂക്ക് 200 ഇന്ത്യയിൽ ഓൺ ചെയ്യുന്നത് ബജാജാണ്. അവർ ഇന്ത്യയിൽ ഇറക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് 125 എന്ന് പറഞ്ഞ മോഡൽ മാത്രമേ നിലവിൽ KTMൻ്റെ ബഡ്ജറ്റ് സീരീസിലുള്ളായിരുന്നു. അങ്ങനെ 250 ആണെങ്കിലും 390 ആണെങ്കിലും ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തെടുത്തൊരു വണ്ടിയാണ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ NS RS അതിൻ്റെ പുറകിൽ ഇറങ്ങുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഇത് ആരുടെ എഞ്ചിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും ഒരു ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ, ഇത് KTMൻ്റെ എഞ്ചിനാണ്, KTM വികസിപ്പിച്ചെടുത്ത ഒരു വണ്ടിയാണ് എന്നൊക്കെയാണ്. പക്ഷേ KTMും ബജാജും കൂടെ ചേർന്ന് വികസിപ്പിച്ചെടുത്ത വണ്ടികളിലൊന്നാണ് 390യും 250 എന്നൊക്കെ പറയുന്നത്. ബജാജിൻ്റെ ഡിസൈനറും KTMൻ്റെ ട്യൂണിങ്ങും കൂടെ ചേർന്ന് ഡിസൈൻ ചെയ്തെടുത്ത ഒരു എഞ്ചിനാണിത്. സത്യം പറഞ്ഞാൽ ബജാജും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്തൊരു എഞ്ചിനാണ്. ബട്ട് KTMിലോട്ട് വരുന്ന സമയത്ത് KTMൻ്റെ എൻ്റെ പ്യുവർ ട്യൂണിങ് തന്നെ ആയിരിക്കും. KTMാണ് ഈ ഒരു വണ്ടി ട്യൂൺ ചെയ്യുന്നത്. ഇതിൻ്റെ ലോൻ്റെ RPMും മിഡ് റേഞ്ചും ടോപ്പ് എൻഡും അതിൻ്റെ ഗിയർ റേഷ്യോസും കാര്യങ്ങളൊക്കെ KTMാണ് ട്യൂൺ ചെയ്യുന്നത്. ബജാജിലോട്ട് പോകുന്ന സമയത്ത് ഹെഡിലും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പ്യുവർ ബജാജിൻ്റെ ആയിട്ടുള്ള ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മിഡ് റേഞ്ച് പഞ്ചും ട്രിപ്പിൾ സ്പാർക്കൊക്കെ ആയിട്ട്. അപ്പോൾ എഞ്ചിൻ്റെ കമ്പോണൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പല കാര്യങ്ങളിലും KTMും ബജാജും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. അത് ആ ഒരു 390 മെയിനായിട്ട് 390യും 250യിലൊക്കെയാണ്. പക്ഷേ 200ലോട്ട് വരുന്ന സമയത്ത് ഇത് പ്യുവർ KTMാണ്. KTMൻ്റെ ഒറിജിനൽ വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതായത് പ്യുവർ ഇപ്പം മേഡ് ചെയ്യുന്നത് ഇത് ചിലപ്പം ഇവിടെ ആയിരിക്കാം, ബജാജിൻ്റെ ഫാക്ടറിയിലായിരിക്കാം മേഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് പ്യുവറായിട്ടും ഒരു KTM തന്നെയാണ് 200 എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 125 എന്ന് പറഞ്ഞാൽ KTMൻ്റെ ഇൻ്റർനാഷണൽ വേരിയൻ്റാണ്. അപ്പോൾ ആ ഒരു 125 നിന്ന് ബോറോ ചെയ്ത് വന്ന ഒരു എഞ്ചിനാണ് ഡ്യൂക്ക് 200 എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ പലരും എന്നെ തെറി വിളിക്കാൻ വരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാര്യം എടാ മണ്ട 200 അല്ലേ ആദ്യം ഇറങ്ങിയത്, പിന്നെ അല്ലേ 125 ഇറങ്ങിയെന്ന്. പക്ഷേ 125 200ന് മുമ്പ് ഇൻ്റർനാഷണൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് KTMൻ്റെ ഒരു മോഡലാണത്. KTM മാത്രമായിട്ട് KTMൻ്റെ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ മാത്രമായിട്ട് വികസിപ്പിച്ചെടുത്തൊരു വണ്ടിയാണ്. ഇപ്പം നിലവിൽ ബജാജിൻ്റെ ഒരു അണ്ടറിലാണ് 49% ഷെയറും നമ്മുടെ KTMൻ്റെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല എംപ്ലോയീസിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വരും. എന്താ റോഡല്ലേ, അടിപൊളി റോഡ്. പക്ഷേ ഇവിടെ ചുമ്മാ അല്ല ഇത്രയും ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഈ ഒരു തിരുവനന്തപുരത്ത് ഇത്രയും ഒരു കിണ്ണം കാച്ചി റോഡ് എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ടോന്ന്. ബ്രോ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ കായംകുളത്ത് ചെന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ യെസ് ഫൈനലി ദേ ഈ ഒരു സൗണ്ടോട് കൂടി വണ്ടി ഇപ്പം നിലവിൽ കുറച്ച് ചെളിയാണ് കേട്ടോ. ആ ചെളിയൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ദേ വന്ന് കയറിയതേ ഉള്ളൂ, വന്ന് നിന്നതേ ഉള്ളൂ കേട്ടോ. അത്ര ഇച്ചിരി ടയേർഡാണ് ഞാൻ. എന്തായാലും അത്ര മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ചെളിയൊക്കെ വണ്ടിയിലായിട്ടുണ്ട്. അതൊക്കെ എന്തെങ്കിലും കഴുകി നാളെ നമ്മുടെ മോട്ടോ വാൾട്ട് ബൈക്ക് ഗ്യാരേജിൽ ബിലാൽ മോട്ടോ വാൾട്ടിലുമായിട്ട് ഇതിൻ്റെ റീല് വരും, എത്ര രൂപ ആണ് എന്നുള്ള കാര്യം. എന്തായാലും നിങ്ങളെല്ലാവരും ഞെട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൈസായിരിക്കും നമ്മൾ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ വണ്ടിക്കകത്ത് നീറ്റാണെന്ന് വെച്ചെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ്. എൻജിൻ സൈഡ് മെയിനായിട്ട് ഞാൻ KTMൻ്റെ വണ്ടികളുടെ എൻജിൻ സൈഡാണ് നോക്കുന്നത്. എൻജിൻ സൈഡ് കംപ്ലീറ്റ് നീറ്റാണ്. നോൺ ABS വേരിയൻ്റ് ആണ്, അറിയാമല്ലോ. BS3 ആണ്. BS3യും BS4ഉം തമ്മിൽ വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ BS3 എന്തോ ഒരു സൗണ്ടിൽ എന്തൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ഐശ്വര്യമാണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. 2 ടയറും ഇച്ചിരി ശോകമാണ്. അത് മാറേണ്ടതായിട്ട് ഒരു എന്തായാലും എടുക്കുന്ന ആൾക്കാർ ചിലപ്പം ഞാൻ ആ ബാക്ക് ടയർ മാറി കൊടുക്കും. കാരണം എനിക്ക് മനസ്സ് വരത്തില്ല ഈ ഒരു ടയറായിട്ട് ഡെലിവറി ചെയ്യാൻ. കാരണം ഞാൻ അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് വന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് വട്ടം പാളി. കാരണം ടയർ വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. ഫ്രണ്ട് ടയർ എന്തായാലും നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. ഒരു 30% ഇനിയും ഫ്രണ്ടിലുണ്ട്. അല്ലാതെ വേറെ മേജറായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റും വണ്ടിക്കില്ല. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ കംപ്ലൈൻ്റാണ് KTMൻ്റെ ആസ് യൂഷ്വൽ. നമ്മൾ കഴിഞ്ഞാണ് കൊടുത്ത ഹസ്കോറിനേക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്, പക്ഷേ നമ്മളത് ഫിക്സ് ചെയ്താണ് കൊടുത്തത്. പക്ഷേ നിങ്ങൾ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു മീറ്ററും ഫ്രണ്ട് ടയറും മാത്രം നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. അല്ലാതെ വണ്ടിയുടെ എൻജിൻ സൈഡ് നിങ്ങൾ നോക്കാനാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വണ്ടിയുടെ മറ്റുള്ള കാര്യങ്ങൾ ഷോക്കോ മറ്റുള്ള ഏതൊരു കാര്യവും പക്ക പെർഫെക്റ്റാണ് കേട്ടോ. എങ്ങനെ നോക്കിയാലും ഈ ഒരു വണ്ടിയുടെ വില അനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് ലാഭമാണെന്ന് തന്നെ പറയും. അത്ര കിടിലനൊരു പ്രൈസിലായിരിക്കും നമ്മൾ ഈ ഒരു വണ്ടി വിൽപ്പനയ്ക്ക് ഇടാനായിട്ട് പോകുന്നത്. വേറെ മേജറായിട്ടുള്ള ഒരു ഇഷ്യൂസോ കാരണം തന്നെ ഈ ചെളിയൊക്കെ കഴുകി നാളെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റീൽ എന്തായാലും വരും. നിങ്ങൾ മസ്റ്റായിട്ടും ആ ഒരു റീൽ കാണണം. അത്രയ്ക്ക് നല്ല കിണ്ണം പ്രൈസിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു വലിയൊരു കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മൾ 390 BS3 ഡ്യൂക്ക് 390 BS3 എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു പൂർണ്ണത വന്നത് ഈ ഒരു ഡ്യൂക്ക് 200 എടുത്തപ്പോഴാണ്. BS3 ഈ ഒരു സൗണ്ടിലുള്ള ഡ്യൂക്ക് 200 എടുത്തപ്പോഴാണ് ഒരു പൂർണ്ണത വന്നത്. സൗണ്ട് കേൾപ്പിച്ചുതരാം. കണ്ടാ, ഈ ഒരു സൗണ്ടാണ് നമുക്ക് ആവശ്യം, എല്ലാവർക്കും ആവശ്യം ഇതാണ്. സോ
ഇടിയിടണ്ട, ഉടൻ തന്നെ നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ടയേർഡായി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ റീല് കണ്ടിട്ട് നമ്മുടെ കോൺടാക്റ്റിൽ വിളിച്ചാൽ മതി. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.